എം എ നിഷാദ് സംവിധാനം ചെയ്തിട്ടുള്ള ഏറ്റവും പുതിയ സിനിമയായിട്ടുള്ള ലർക്കിന്റെ ആശയം എന്ന് പറയുന്നത് മനുഷ്യനും മൃഗങ്ങളും തമ്മിലുള്ള ഇന്ന് വനമേഖലയിൽ ജീവിക്കുന്നവരുടെ ജീവിതവുമായിട്ട് ബന്ധപ്പെട്ടിട്ട് വാർത്തകളിൽ നമ്മൾ സ്ഥിരം കാണുന്ന വന്യജീവി ആക്രമണങ്ങളെ ബേസ് ചെയ്തിട്ടാണ്. പക്ഷെ പടം ആകെ മൊത്തത്തിൽ കണ്ടു കഴിഞ്ഞാൽ തനിക്ക് ഒരു കാസനോവയായിട്ട് അഭിനയിക്കാൻ പറ്റുമെന്ന് നാട്ടുകാരെ കാണിക്കാൻ വേണ്ടി എം എ നിഷാദ് സ്വന്തം പണം മുടക്കി ഒരു സിനിമ എടുത്ത് അത് ടിക്കറ്റ് വെച്ച് നാട്ടുകാരെ കാണിച്ചു കൊടുത്തതുപോലത്തെ അവസ്ഥയാണ്. ഓപ്പണിംഗ് സീക്വൻസ് ഒക്കെ കണ്ടപ്പോൾ കഥാപാത്രങ്ങളെ കാസ്റ്റ് ചെയ്യുന്നതിൽ ചില പരിമിതികളൊക്കെ ഉണ്ടെങ്കിലും വിഷയത്തിന്റെ രാഷ്ട്രീയ പ്രാധാന്യത്തിലേക്ക് ഈ സിനിമ പോകും എന്നൊരു തോന്നലൊക്കെ ഉണ്ടായിരുന്നു. എന്നാൽ അതെല്ലാം തന്നെ എം എ നിഷാദ് തന്നെ അവതരിപ്പിച്ച കേന്ദ്ര കഥാപാത്രത്തിന്റെ ഇൻട്രൊഡക്ഷൻ സീന് വരെ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അവതാരപ്പിറവികളുടെ എല്ലാ രൗദ്രഭാവവും ആവാഹിച്ച ആ മൂർത്തി ഇവിടെ മയക്കുവെടി വെക്കുന്ന വെറ്റിനറി ഡോക്ടറാണ്. ഷൂട്ടർ കൂടിയായിട്ടുള്ള അയാളെക്കുറിച്ചുള്ള ബിൽഡപ്പ് നടത്തുന്നത് മന്ത്രിയും കളക്ടറും അതുപോലെ വലിയ റാങ്കിലുള്ള ഉദ്യോഗസ്ഥരും ചേർന്നിട്ടാണ്. മൃഗങ്ങൾ വരുത്തിവെക്കുന്ന ക്രൂരത ആവർത്തന വിരസമായ രീതിയിൽ അവതരിപ്പിക്കുകയും എം എ നിഷാദ് അവതരിപ്പിക്കുന്ന വുമണൈസർ കഥാപാത്രത്തെ നല്ല കോമഡി ആയിട്ട് കാണിക്കുകയും ചെയ്യുന്ന ഈ സിനിമ അപ്പൂപ്പൻ ആൻഡ് ബോയ്സ് യൂണിവേഴ്സിലേക്ക് തന്നെ കൂടെ ചേർക്കണമെന്നുള്ള എം എ നിഷാദിന്റെ തുറന്ന അപേക്ഷയാണ്. പലർക്കും ഊഹിക്കാൻ സാധിക്കുന്നത് പോലെ കാടിനോട് ചേർന്നിട്ടുള്ള ഒരു നാടിനെ ചുറ്റിപ്പറ്റിയിട്ടാണ് കഥ. സ്ഥിരമായിട്ടുള്ള വന്യജീവികളുടെ ആക്രമണം കാരണം അവരുടെ ജീവിതം പൊറുതിമുട്ടിയിരിക്കുകയാണ്. അവരുടെ പ്രതിഷേധം ഒടുക്കം അവിടേക്ക് മയക്കുവെടി വെച്ച് മൃഗങ്ങളെ തളയ്ക്കുന്നതിൽ എക്സ്പേർട്ട് ആയിട്ടുള്ള ജയറാം എന്ന ഒരു വെറ്റിനറി ഡോക്ടറുടെ വരവിൽ കലാശിക്കും. അയാൾ അവിടെ വന്നതിന് ശേഷം ആ ഗ്രാമത്തിൽ നടക്കുന്ന കാര്യങ്ങളാണ് ഈ സിനിമയിൽ നമ്മൾ കാണുന്നത്. ഈ അടുത്തായിട്ട് പൊതുമണ്ഡലത്തിൽ സാമാന്യം ചർച്ചയായിട്ടുള്ള ഒരു വിഷയമാണ് ഈ സിനിമ പറയുന്നത്. കാട്ടിൽ നിന്നും മാറി താമസിക്കുന്ന പലരും ഇതിനെ ഹ്യൂമൻ എൻക്രോച്ച്മെന്റ് എന്ന രീതിയിൽ കാണുമ്പോൾ കാടിനോട് ചേർന്ന് നിൽക്കുന്നവർ അതിന് അവരുടെ അതിജീവനമായിട്ടാണ് കാണുന്നത്. അപ്പോൾ അങ്ങനെ ഒരു വിഷയത്തെപ്പറ്റി ഒരു സിനിമ വരുമ്പോൾ അവർ എന്ത് നിലപാട് എടുക്കുമെന്നറിയാൻ വ്യക്തിപരമായിട്ട് എനിക്കൊരു താല്പര്യമുണ്ടായിരുന്നു. എന്തെങ്കിലും ഒരു വ്യക്തതയുള്ള നിലപാടിലേക്ക് കാര്യമായിട്ട് പോകുന്നതിന് പകരം എല്ലാവർക്കും അറിയുന്ന പോലത്തെ കാര്യങ്ങൾ വീണ്ടും പറയുക മാത്രമാണ് ഈ സിനിമ പല സ്ഥലത്തും ചെയ്യുന്നത്. മയക്കുവെടി വെക്കാൻ വന്ന ഡോക്ടർ നാട്ടുകാർക്ക് കൊടുക്കുന്ന ഉപദേശമാണ് നമ്മൾ മൃഗങ്ങളെ അങ്ങോട്ട് എന്തെങ്കിലും ചെയ്താൽ മാത്രമേ അവർ ഇങ്ങോട്ട് ആക്രമിക്കുകയുള്ളൂ എന്ന്. ഡോക്ടറെ, അവർ അവിടെ വന്ന ടൂറിസ്റ്റുകളല്ല, ജനിച്ചത് മുതൽ ആ നാട്ടിൽ താമസിക്കുന്നവരാണ്. ഇതൊക്കെ അവർക്ക് അറിയുന്ന കാര്യമാണ്. അതുപോലെ തന്നെ മൃഗസ്നേഹികളായിട്ടുള്ള വ്യക്തികളുടെ പോയിന്റ് ഓഫ് വ്യൂ കാണിക്കുമ്പോൾ അവരെ കാരിക്കേച്ചറുകളാക്കിയിട്ടാണ് ചർച്ചയിലെ ആ ഭാഗത്തെ സിനിമ ട്രീറ്റ് ചെയ്യുന്നത്. ക്യാരക്ടറൈസേഷൻ എന്ന പരിപാടിയിൽ ഈ സിനിമ ശുദ്ധ പരാജയമാണ്. പടത്തിൽ ഒരു ഭാഗത്ത് നക്സലുകളുള്ള ഒരു സബ് പ്ലോട്ട് നടക്കുന്നുണ്ട്. നക്സലുകളെ ഈ സിനിമ കാണിച്ചിട്ടുള്ള ഒരു രീതി കണ്ടു കഴിഞ്ഞാൽ ഒന്നെങ്കിൽ അവർ പ്രതികാരം ചെയ്യാൻ കാട് വിട്ട് സിറ്റിയിലേക്ക് വരാൻ സാധ്യതയുണ്ട്, അല്ലെങ്കിൽ അപമാനം കൊണ്ട് കാട്ടിൽ തന്നെ കെട്ടിത്തൂങ്ങിച്ചാവും. പോലീസ് അക്കാദമിയിൽ ക്ലാസ് നടക്കുമ്പോൾ അത് കട്ട് ചെയ്തിട്ട് ഭരചന്ദ്രൻ IPS കാണാൻ പോയതുപോലെയുള്ള പോലീസുകാരാണ് ഈ സിനിമയിലുള്ളത്. അത്രയ്ക്ക് പഴഞ്ചൻ ഓൺ സ്ക്രീൻ പോലീസിനെയാണ് ഈ പടത്തിൽ കൊണ്ടുവന്നിട്ടുള്ളത്. വലിയ വലിയ ഒഫീഷ്യലുകളെ കൊണ്ട് ടെൻഷനുള്ള സ്ഥലത്ത് കടിച്ചാ പൊട്ടാത്ത ഇംഗ്ലീഷ് പറയിപ്പിക്കുന്നതൊക്കെ കണ്ടാൽ ചിരി വരും. കാലഘട്ടത്തിൽ സ്റ്റക്കായി കിടക്കുന്ന ഫിലിം മേക്കിംഗ് സെൻസിബിലിറ്റിയാണ് എം എ നിഷാദിനുള്ളത്. ഈ അടുത്ത പുള്ളി ഏതോ ഇന്റർവ്യൂവിൽ പറഞ്ഞത് ജെൻസിക്ക് വരെ ഇഷ്ടപ്പെടുന്ന രീതിയിലാണ് അദ്ദേഹം ഈ സിനിമ ട്രീറ്റ് ചെയ്തിട്ടുള്ളത് എന്നാണ്. എന്തായാലും ജന്തർ മന്തർ സംഭവം നടക്കുന്നതിന് മുന്നേ ആയിരിക്കണം ആ ഇന്റർവ്യൂ കൊടുത്തത്. ഇങ്ങനെ ഒരു വിഷയത്തിൽ ആർക്കും ആലോചിക്കാവുന്ന ഏറ്റവും ബേസിക് ആയിട്ടുള്ള സ്റ്റോറി ഐഡിയ തന്നെയാണ് ഈ സിനിമയ്ക്കും ഉള്ളത്. എം എ നിഷാദിന്റെ കഥയ്ക്ക് ജുബിൻ ജേക്കബ് എഴുതിയിട്ടുള്ള തിരക്കഥ ആനയും പുലിയും ഒക്കെ മനുഷ്യരെ ആക്രമിക്കുന്നതിന്റെ പല ചാപ്റ്ററുകൾ ചുമ്മാ ഇങ്ങനെ കാണിക്കുകയാണ്. ഈ വിഷയത്തിൽ വ്യക്തമായിട്ട് ഒരു നിലപാട് പറയാൻ ബുദ്ധിമുട്ടുള്ളതുകൊണ്ട് ഇതിന് ഒരു സിനിമാറ്റിക് നരേറ്റീവ് കൊടുത്തുകൊണ്ട് മനുഷ്യനിലെയും മൃഗത്തിലെയും പാരലലുകൾ കണ്ടെത്താൻ പോവുകയാണ് സിനിമ. കുഴപ്പം എന്താണെന്ന് വെച്ചാൽ ഇവർ കാണിക്കാൻ നോക്കുന്ന മൃഗങ്ങളെക്കാൾ കുഴപ്പം മനുഷ്യനാണ് എന്ന സംഗതിയും കേട്ട് പഴകിയതുപോലത്തെ ഒരു തീമാണ്. സാമൂഹ്യ പ്രതിബദ്ധതയുള്ള സിനിമ എന്ന പേരിൽ ഇതിനൊരു ചാപ്പ കുത്തി കൊടുക്കാൻ ഇതുണ്ടാക്കിയവർ കടന്ന് കഷ്ടപ്പെടുന്നത് സിനിമയിലെ പല രംഗങ്ങളിലും കാണാൻ സാധിക്കും. 4ഓളം ഫിലിം ഫെസ്റ്റിവലുകളിൽ ഈ സിനിമ തെരഞ്ഞെടുക്കപ്പെട്ടിട്ടുണ്ട് എന്നാണ് അറിയാൻ സാധിച്ചത്. നീറ്റ് പരീക്ഷയിൽ ടോപ്പറായ ഒരു വിദ്യാർത്ഥി സമരം ചെയ്യുന്ന നേരം കൊണ്ട് പഠിക്കുകയാണ് വേണ്ടത് എന്ന് പറഞ്ഞപ്പോൾ വകതിരിവും റാങ്കും തമ്മിൽ ബന്ധമില്ല എന്ന് നമുക്ക് മനസ്സിലായതുപോലെ ഫെസ്റ്റിവലിൽ സെലക്ഷൻ കിട്ടുന്നതുകൊണ്ട് സിനിമ മികച്ചതാവണം എന്ന് നിർബന്ധമില്ല എന്ന് ഈ പടം കാണിച്ചു തരുന്നുണ്ട്. ഗ്രേ ഷെയ്ഡുള്ള ഇതിലെ പ്രധാന കഥാപാത്രത്തെ താൻ തന്നെ ചെയ്യാൻ തീരുമാനിച്ചത് ആ കഥാപാത്രം ചെയ്യാൻ ആദ്യം അപ്രോച്ച് ചെയ്ത പല നടന്മാർക്കും ഡേറ്റ് പ്രശ്നം ആയതുകൊണ്ടാണ് എന്ന് എം എ നിഷാദ് ഏതോ ഇന്റർവ്യൂവിൽ പറഞ്ഞിരുന്നു. നോ പറയാൻ ബുദ്ധിമുട്ടുള്ള നടന്മാർ അങ്ങനെ പല എക്സ്ക്യൂസുകളും പറയുമെന്ന് ഇത്രയും വർഷമായിട്ട് ഇൻഡസ്ട്രിയിലുള്ള എം എ നിഷാദ് മനസ്സിലാക്കണമായിരുന്നു. എന്നിട്ട് ഈ സബ്ജക്ട് സിനിമയാക്കാൻ പാടില്ലായിരുന്നു. അതുപോലെ തന്നെ തനിക്ക് അഭിനയിച്ചതിന് അവാർഡുകൾ കിട്ടിയതാണ് ഈ തീരുമാനം എടുക്കാനുള്ള മറ്റൊരു കാരണമെന്നും പുള്ളി പറയുന്നുണ്ട്. അദ്ദേഹം പ്രധാന കഥാപാത്രത്തെ അവതരിപ്പിച്ച ഈ പടവും അതിനു മുന്നേ വന്ന ഒരു അന്വേഷണത്തിന്റെ തുടക്കം എന്ന സിനിമയും കണ്ട ഒരു വ്യക്തി എന്ന നിലയ്ക്ക് പല പേരുകളിൽ അവാർഡ് കൊടുക്കുന്ന ട്രസ്റ്റുകളും സംഘടനകളും ഇതിൽ നിന്ന് പാഠം ഉൾക്കൊണ്ടുകൊണ്ട് അനാവശ്യമായിട്ട് ആരെയും പ്രോത്സാഹിപ്പിക്കരുത് എന്ന് ഞാൻ അപേക്ഷിക്കുകയാണ്. നിങ്ങളുടെ പ്രോത്സാഹനം കൊണ്ട് ഇപ്പോൾ എം എ നിഷാദിന്റെയും പടം കണ്ടവരുടെയും സമയവും പൈസയും പോയിരിക്കുകയാണ്. ഞാൻ തുടക്കത്തിൽ പറഞ്ഞതുപോലെ ഒരു വുമണൈസർ ആയിട്ടുള്ള ഗ്രേ ഷെയ്ഡുള്ള കഥാപാത്രത്തെയാണ് എം എ നിഷാദ് ഇവിടെ അവതരിപ്പിക്കുന്നത്. 2026 മുഖത്ത് ഭാവങ്ങൾ വിതറി KP ഉമ്മർ കളിക്കുന്ന പുള്ളിയുടെ അഭിനയം നമ്മളെ കാണിക്കുന്നത് തന്നെ നമ്മളോടുള്ള ഒരു അതിക്രമമായിട്ട് ഫീൽ ചെയ്യും.
സ്ത്രീകളെ വശീകരിക്കാൻ വേണ്ടിയിട്ടുള്ള ആ കഥാപാത്രത്തിന്റെ അടവുകളും മറ്റും കണ്ടു കഴിഞ്ഞാൽ ടിൻഡറും ബമ്പിളും ഒക്കെ പരിപാടി നിർത്തിപ്പോവും. കാട്ടിൽ ചെല്ലുമ്പോൾ കാടായി മാറണം, അടുത്തേക്ക് ചെല്ലുമ്പോൾ ഓരോ മരവും ഒറ്റയ്ക്കാണ്, പാപ്പാൻ മോശമായാൽ ഏത് ആനയും പിഴച്ചു പോകും എന്നിങ്ങനെ ടീഷർട്ട് അടിക്കാൻ പാകത്തിനുള്ള കുറേ മൊഴിമുത്തുകൾ ഇദ്ദേഹം ഈ സിനിമയിൽ പറയുന്നുണ്ട്. അനുമോൾ മലയാള സിനിമ വേണ്ട രീതിയിൽ ഉപയോഗപ്പെടുത്താത്ത ഒരു മികച്ച നടിയാണ് എന്ന് എനിക്ക് അഭിപ്രായമുണ്ട്. അതിൽ ആർക്കെങ്കിലും സംശയമുണ്ടെങ്കിൽ ഈ സിനിമയിൽ എം.എ. നിഷാദ് അനുമോൾ അവതരിപ്പിക്കുന്ന കഥാപാത്രത്തെ പ്രണയിക്കുന്ന രംഗങ്ങളിൽ അവർ ക്യാരക്ടർ ബ്രേക്ക് ചെയ്യാതെ റിയാക്ഷൻ കൊടുക്കുന്നത് നോക്കിയാൽ മതി. അങ്ങേയറ്റം പ്രൊഫഷണലിസം കാണാൻ പറ്റും. ഒരു ഘട്ടത്തിൽ പുള്ളിക്കാരി അവതരിപ്പിക്കുന്ന കഥാപാത്രം കാമം ഭയത്തേക്കാൾ മേലെയാണ് എന്ന് പറയുന്നുണ്ട്. എം.എ. നിഷാദ് കാമഭാവം അവതരിപ്പിച്ചത് കാണുമ്പോൾ ആ ഡയലോഗ് പെർഫോമൻസ് റിവ്യൂ ആണോ എന്ന് തോന്നിപ്പോകും. ടി.ജി. രവിക്ക് വീണ്ടും ഒരു സ്റ്റീരിയോടിപ്പിക്കൽ കഥാപാത്രത്തെയാണ് ലഭിച്ചിട്ടുള്ളത്. ആ മനുഷ്യനെ കൊണ്ട് തലയിൽ കണ്ണട വെച്ചിട്ട് കണ്ണട കാണാനില്ല എന്ന് പറയുന്ന സ്വാതന്ത്ര്യത്തിന് മുമ്പേയുള്ള തമാശയൊക്കെ ചെയ്യിപ്പിക്കുന്നുണ്ട്. കളക്ടറുടെ റോളിൽ വരുന്നത് മഞ്ജു പിള്ളയാണ്. തിരക്കഥാകൃത്ത് ജുബിൻ ജേക്കബ് തന്റെ ഇംഗ്ലീഷ് പ്രാവീണ്യം നാലാളെ കാണിക്കാൻ വേണ്ടി എഴുതി കൂട്ടിയിട്ടുള്ള ഇംഗ്ലീഷ് ഡയലോഗുകൾ പറയാൻ മഞ്ജു പിള്ള സാമാന്യം കഷ്ടപ്പെടുന്നുണ്ട്. മന്ത്രിയായിട്ട് വരുന്നത് സൈജു കുറുപ്പാണ്. 2-3 ദിവസം ഷൂട്ട് ചെയ്തതുപോലത്തെ ഒരു റോളാണത്. അലക്സാണ്ടർ പ്രശാന്ത് അവതരിപ്പിക്കുന്ന ക്യാരക്ടറിന് കഥയിൽ പ്രാധാന്യമുണ്ടെങ്കിലും കാര്യമായിട്ടൊന്നും ചെയ്യാനില്ല. അജു വർഗീസ് അവതരിപ്പിക്കുന്ന കഥാപാത്രത്തിന്റെ പർപ്പസ് എന്താണെന്ന് പടച്ചോന് മാത്രമേ അറിയുള്ളൂ. മിക്കവാറും പോസ്റ്ററിൽ 4 ആൾ അറിയുന്ന കുറച്ചുപേരെ കയറ്റാൻ വേണ്ടി ചെയ്തതായിരിക്കും. പോലീസ് മേധാവിയുടെ റോളിൽ വന്നിട്ടുള്ളത് നീത മനോജാണ്. അഭിനയം കണ്ടാൽ തന്നെ പുള്ളിക്കാരിയുടെ ആദ്യത്തെ സിനിമയാണിത് എന്ന് മനസ്സിലാവും. ജാഫർ ഇടുക്കി, മുത്തുമണി, പ്രശാന്ത് മുരളി, സോഹൻ സീനുലാൽ, സരിത കുക്കൂസ്, മിനു സിജോ എന്നിവരാണ് മറ്റ് പരിചിത മുഖങ്ങൾ. റിവ്യൂ ചെയ്യുന്നവരെ പോലെ സിനിമ ഉണ്ടാക്കുന്നവരും ആഴ്ചയിൽ മിനിമം 3 സിനിമയെങ്കിലും തിയേറ്ററിൽ പോയി കാണണമെന്നാണ് എൻ്റെ ഒരു റിക്വസ്റ്റ്. പക്ഷപാതം ഇല്ലാത്ത ജഡ്ജ്മെൻ്റ് ഉള്ള ഓഡിയൻസിൻ്റെ റിയാക്ഷൻ അങ്ങനെ നിങ്ങൾക്ക് അറിയാൻ പറ്റും. നിങ്ങൾ ഫ്രഷ് ആണെന്ന് വിചാരിക്കുന്ന ഐഡിയകൾ എത്രത്തോളം പഴഞ്ചനാണ് എന്നതും നിങ്ങൾക്ക് മനസ്സിലാവും. നിങ്ങൾ ചെയ്യാൻ ഉദ്ദേശിക്കുന്ന പോലത്തെ സിനിമ കണ്ടു തീർക്കാൻ എത്രത്തോളം ആളുകൾക്ക് ബുദ്ധിമുട്ടുണ്ട് എന്നും നിങ്ങൾക്ക് ചിലപ്പോൾ മനസ്സിലാവും. നല്ലൊരു സിനിമ കണ്ട് അതിൻ്റെ ഹൈ എക്സ്പീരിയൻസ് ചെയ്യുമ്പോൾ നിങ്ങൾ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്ന തിരക്കഥ പൊളിച്ചെഴുതാനോ ഉപേക്ഷിക്കാനോ നിങ്ങൾക്ക് പറ്റും. അങ്ങേയറ്റം ബേസിക് ആയിട്ട് തോന്നുന്ന ഒരുമാതിരി എൻ്റെ തല എൻ്റെ ഫുൾ ഫിഗർ എന്ന ലെവലിൽ ട്രീറ്റ് ചെയ്യപ്പെട്ടിട്ടുള്ള ഈ പടം കാണുമ്പോൾ നമ്മൾ അനുഭവിക്കുന്ന വേദന ഒരുപക്ഷെ മൃഗങ്ങൾ ചുറ്റിലുമുള്ള ഒരു സ്ഥലത്ത് ജീവിക്കുന്നവരുടെ ടെൻഷന് സമാനമായിരിക്കും. എം.എ. നിഷാദ് ഉദ്ദേശിച്ചിട്ടില്ലെങ്കിലും ഈ ഒരു ഡയറക്ടർ ബ്രില്യൻസ് ആ പടത്തിൽ ഉണ്ട് എന്ന് പറയാതെ വയ്യ. ഇത്രയുമായിരുന്നു ഈ സിനിമയെക്കുറിച്ചിട്ടുള്ള എൻ്റെ റിവ്യൂ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുമെന്നും കൂടുതൽ വീഡിയോകൾക്ക് വേണ്ടി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുമെന്നും പ്രതീക്ഷിക്കുന്നു. താങ്ക്